ഫസൽക്ക എങ്ങനെ മാർക്കറ്റിന്റെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാം? നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. ട്രെൻഡ് ശരിക്കും രണ്ട് വേ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഒന്ന് SMC മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് സാധാരണ നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. അത് ഹയർ ലോ ഹയർ ഹൈ കണ്ടിട്ടുള്ള ഒരു മെത്തേഡാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് SNR മെത്തേഡാണ്. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രെൻഡ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ SMC മെത്തേഡ്സ് എങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് കാണാൻ പറയാൻ പോകുന്നത്. മാർക്കറ്റിന്റെ സ്ട്രക്ചർ നോക്കിയിട്ടാണ് നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കുക. അതിന് ഫസ്റ്റ് മെത്തേഡ്സ് ഒരു ഹൈ, ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക്, ആ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഹയർ ഹൈ, ഇതൊരു ഹൈ ആണ്, ഇതിന്റെ മുകളിലുള്ള ഹൈനെ ഹയർ ഹൈ എന്ന് വിളിക്കും, അതിന്റെ മുകളിലുള്ള ഹൈനെ ഹയർ ഹൈ എന്ന് വിളിക്കും. ഇനി ലോ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലോ പോയിന്റ് ഉണ്ടാവും. ഈ ലോ പോയിന്റിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ലോ പോയിന്റ് ആണ്. ഈ ലോനെ മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്താൽ അത് വീണ്ടും ലോവർ ലോ ആണ്. ഇങ്ങനെ ഹയർ ഹൈ ഉണ്ടാക്കി മുകളിലേക്ക് പോകുന്നതിന് അപ് ട്രെൻഡ് എന്നും, ഇങ്ങനെ ലോവർ ലോസ്, ലോനെ ബ്രേക്ക് ചെയ്ത് പുതിയ ലോകൾ ഉണ്ടാക്കിയിട്ട് പോവാണെങ്കിൽ അതിന് ലോവർ ലോ എന്ന് പറയും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ലൈൻ ചാർട്ട് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ട്രെൻഡ് ചെയ്യാം. ബട്ട് ഒരു പ്രശ്നമുണ്ട്, ട്രെൻഡ് യൂസ് ചെയ്യുമ്പോൾ ഏത് ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യണ്ടേ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്ത് വെയിറ്റ് ചെയ്തോളൂ, നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം.